ഹലോ, ലെറ്റൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുട്ട ബജ്ജിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ മുട്ട പുഴുങ്ങാൻ വെക്കുകയാണ്. അപ്പൊ അതാ അവിടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ടയൊക്കെ ഒന്ന് ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാനല്ല കേട്ടോ, ഇത് അനിയത്തിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇതിലിപ്പോൾ 2-3 പേരുടെ കൈകളുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനും ചേച്ചിയും അനിയത്തിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അവളാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് അവിടെ കുട്ടികളും ഒക്കെ ഉള്ള കാരണം ആകെ ബഹളമാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയ കാരണമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. വെള്ളം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ പാകത്തിന് നോക്കിയിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഒരുപാട് ലൂസിൽ കിട്ടാൻ പാടില്ല. അപ്പം നമുക്ക് മുട്ട അത് മുക്കിയിട്ടിടേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലൂസും ഒരുപാട് കട്ടിയാവാത്തതായി ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് മിക്സാക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയല്ലാത്തൊരു രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങി നമ്മൾ തോടൊക്കെ കളഞ്ഞ് 2ആയിട്ട് കീറിയെടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. കണ്ടോ, നമ്മുടെ മാവും മുട്ടയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ മുട്ടയുടെ പീസ് ആ മാവിൽ മുക്കിയ ശേഷം ഇട്ട് കൊടുക്കാം. അനിയത്തി വിഷുവിന് വന്നിട്ടുണ്ടായിരുന്നില്ല, അവൾക്കൊരു എക്സാം ഉള്ള കാരണം. അപ്പോൾ ഇപ്പോഴാണ് അവളും കുട്ടികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല കൈകളും കാണാൻ പറ്റും. ഞങ്ങൾ 3 മാറി മാറിയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരെയൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതാ ഇതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുട്ട വെന്തതാണെങ്കിലും ആ മാവൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു, വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ബാക്കിയുള്ള മുട്ട കൂടി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതാ നമ്മുടെ മുട്ട ബജ്ജിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, കളറും നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.